പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ പ്രദേശം കത്തിച്ചാമ്പലാകാൻ ഉലയൂതുന്നത് ആരാണെന്ന്? തൻ്റെ മതവിശ്വാസത്തെ മുറുകെ പിടിക്കുകയും അത് നടപ്പിലാക്കാൻ പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു നേതാവുണ്ട്. ഒരുപക്ഷെ പശ്ചിമേഷ്യയിൽ സമാധാനം വേണമെന്ന് ഈ ഒരൊറ്റ മനുഷ്യൻ തീരുമാനിച്ചാൽ അനേകായിരങ്ങളെ ബലി നൽകിയുള്ള ഈ വംശീയ പോരാട്ടം അവസാനിക്കും. പക്ഷേ ഈ മനുഷ്യൻ വെറുമൊരു നേതാവല്ല എന്നതിനാൽ അതൊരിക്കലും സാധ്യമാവുകയുമില്ല. ഒരു പോരാളി ഒരിക്കലും തൻ്റെ കൂട്ടരുടെ ചോരയ്ക്ക് പകരം ചോദിക്കാതെ ഇരിക്കില്ലല്ലോ. അതെ, ഈ മനുഷ്യൻ ഒരു രാഷ്ട്രീയ നേതാവിനുമപ്പുറം നെഞ്ചുറപ്പുള്ള പോരാളിയും അടിയുറച്ച ആത്മീയ നേതാവുമാണ്. ഇറാൻ്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമനേയി എന്ന സയ്യിദ് അലി ഹുസൈനി ഖമനേയി. മധ്യധരണ്യാഴിയിലെ കിഴക്കൻ തീരങ്ങളിൽ തീമഴ പെയ്യിക്കാൻ ഉലയൂതുന്ന ഇറാൻ്റെ പരമോന്നത നേതാവിൻ്റെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് പോയി വരാം. സയ്യിദ് അലി ഹുസൈനി ഖമനേയി വെറുമൊരു നേതാവല്ല, ഇസ്ലാമിക റിപ്പബ്ലിക് ഓഫ് ഇറാൻ്റെ പരമോന്നത നേതാവാണ്. രാഷ്ട്രീയവും മതപരവുമായ കാര്യങ്ങളിൽ ഇറാൻ്റെ അവസാന വാക്ക്. മെഡിറ്ററേനിയൻ തീരങ്ങളിലെയും ഗൾഫ് നാടുകളിലെയും ഷിയ പ്രസ്ഥാനങ്ങൾക്കും ആത്മീയ ഗുരുവാണ് ഇറാൻ്റെ പരമോന്നത നേതാവ്. കാരണം ഈ ഷിയ വിമോചന പോരാളികൾക്ക് ആശയവും ആയുധവും നൽകുന്നത് ഇറാനാണ് എന്നത് തന്നെ. 1939 ഏപ്രിൽ 19 സയ്യിദ് അലിയുടെ ജനനം. ഇറാനിലെ ഖുറാസാൻ പ്രവിശ്യയിലെ വിശുദ്ധ നഗരമായ മഷാദിൽ ദരിദ്രനായ ഇസ്ലാമിക പണ്ഡിതനായ സയ്യിദ് ജവാദ് ഖമനേയിയുടെ മകനായാണ് സയ്യിദ് അലി ജനിക്കുന്നത്. സയ്യിദ് ജവാദ് ഖമനേയി ഖദീജ മിർദാമാദി ദമ്പതികളുടെ 8 മക്കളിൽ രണ്ടാമനാണ് സയ്യിദ് അലി. അദ്ദേഹത്തിൻ്റെ പിതാവ് അസർബൈജാനിയും അമ്മ യാസ്തിൽ നിന്നുള്ള പെർഷ്യൻ വംശജയുമായിരുന്നു. 4-ാം വയസ്സിൽ സയ്യിദ് അലിയെയും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ മുഹമ്മദിനെയും അക്ഷരമാലയും വിശുദ്ധ ഖുറാനും പഠിക്കുന്നതിനുമായി അക്കാലത്തെ പരമ്പരാഗത പ്രാഥമിക വിദ്യാലയമായ മക്തബിലേക്ക് അയച്ചു. പിന്നീട് പഠനം തുടരുന്നതിനായി പുതുതായി സ്ഥാപിതമായ ഒരു ഇസ്ലാമിക് സ്കൂളിലേക്ക് മാറ്റി. പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം സയ്യിദ് അലി മഷ്ഹദിലെ ദൈവശാസ്ത്ര സെമിനാരിയിൽ പഠനം തുടർന്നു. തന്നെ മതം പഠിപ്പിക്കാൻ തീരുമാനിച്ചത് മാതാപിതാക്കളായിരുന്നുവെന്നും കൂടുതൽ താല്പര്യം തൻ്റെ പിതാവിനായിരുന്നുവെന്നും ഖമനേയി പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. മതപാഠശാലകളിലും പിതാവിൻ്റെ മേൽനോട്ടത്തിലും ചില മഹത്തായ മതപണ്ഡിതരായ അധ്യാപകരുടെ മേൽനോട്ടത്തിലും യുക്തി, തത്വചിന്ത, ഇസ്ലാമിക നിയമശാസ്ത്രം എന്നിവയുൾപ്പെടെ അദ്ദേഹം 5 വർഷത്തിനുള്ളിൽ പഠിച്ചു. തുടർന്ന് അദ്ദേഹം ദാർസെ ഖരീജ് എന്ന തൻ്റെ ഉന്നതതല പഠനം ആരംഭിച്ചു. ഗ്രാൻഡ് അയത്തുള്ള മിലാനിയെ പോലെയുള്ള പ്രമുഖ മതപണ്ഡിതരുടെ ശിഷ്യത്വം സ്വീകരിക്കുന്നത് ഈ കാലത്താണ്. തൻ്റെ 18-ാം വയസ്സിൽ ഇറാഖിലെ പുണ്യസ്ഥലങ്ങളിലേക്ക് ഒരു തീർത്ഥാടനം നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം 1957 ഇറാൻ വിട്ട് നജാഫിലേക്ക് പോയി. അയത്തുള്ള ഹക്കീം, അയത്തുള്ള ദാരുദി തുടങ്ങിയ പ്രമുഖ മതപണ്ഡിതരുടെ പ്രഭാഷണങ്ങളിൽ സയ്യിദ് അലി ആകൃഷ്ടനായി. ഇവരിൽ നിന്നും കൂടുതൽ കാര്യം പഠിക്കാനായി നജാഫിൽ തുടരാനായിരുന്നു സയ്യിദ് അലിക്ക് താല്പര്യം. എന്നാൽ തൻ്റെ മകൻ വിശുദ്ധ നഗരമായ കുമിൽ ഉപരിപഠനം തുടരാനാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്ന പിതാവിൻ്റെ ആഗ്രഹം മാനിച്ച് അദ്ദേഹം 1958 ഇറാനിലേക്ക് മടങ്ങി. 1958 മുതൽ 1964 വരെ സയ്യിദ് അലി കുമിലെ തൻ്റെ ഉന്നത പഠനങ്ങൾ തുടർന്നു. ഇറാനിലെ അക്കാലത്തെ ഏറ്റവും പ്രമുഖരായ മതപണ്ഡിതരുടെ ശിഷ്യനാകാൻ ഈ കാലഘട്ടങ്ങളിൽ സയ്യിദ് അലിക്ക് കഴിഞ്ഞു. ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കി മുജ്തഹിദായി മാറിയ സയ്യിദ് അലി ചെറുപ്പക്കാരായ സെമിനാരി, യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് വിവിധ മതവിഷയങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. കുമിലെ തൻ്റെ വിദ്യാഭ്യാസ കാലത്ത് 1962 രാഷ്ട്രീയത്തിലേക്ക് സയ്യിദ് അലി ആകൃഷ്ടനായി. തൻ്റെ ഗുരുനാഥനും ഇസ്ലാമിക വിപ്ലവത്തിൻ്റെ ആചാര്യനുമായ ഇമാം ഖമനേയിൽ ആകൃഷ്ടനായാണ് സയ്യിദ് അലി രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. അക്കാലത്ത് ഇറാനിലെ ഷാ ഭരണകൂടത്തിൻ്റെ അമേരിക്കൻ അനുകൂല ഇസ്ലാമിക വിരുദ്ധ നയങ്ങളെ എതിർത്ത ഇമാം ഖമനേയിയുടെ വിപ്ലവ സംഘത്തിൽ സയ്യിദ് അലിയും ഭാഗമായി. 1963 മെയ് മാസത്തിൽ ഇമാം ഖമനേയി സയ്യിദ് അലിയെ തൻ്റെ സംഘത്തിലെ പ്രചാരകനായി നിയോഗിച്ചു. ഇമാം ഖമനേയിയുടെ കാഴ്ചപ്പാടുകളുടെ പ്രചാരണത്തിനായി ബിർജന്ത് നഗരത്തിലേക്ക് പോയ സയ്യിദ് അലി അവിടെ വെച്ച് ആദ്യമായി അറസ്റ്റിലാവുകയും ഒരു രാത്രി ജയിലിൽ കഴിയുകയും ചെയ്തു. ഇനി പ്രസംഗവേദിയിൽ സംസാരിക്കരുതെന്ന് അധികാരികൾ അദ്ദേഹത്തോട് ഉത്തരവിട്ടു. 1963 ജൂണിലെ രക്തരൂക്ഷിതമായ കലാപവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഫലമായി അദ്ദേഹം വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുകയും 10 ദിവസത്തെ കഠിന തടവിന് മൻഷാദിലേക്ക് മാറ്റുകയും ചെയ്തു. 1964 ജനുവരിയിൽ അദ്ദേഹത്തെ വീണ്ടും അറസ്റ്റ് ചെയ്തു. 2 മാസത്തോളം ഏകാന്ത തടവിൽ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു അദ്ദേഹത്തിന്. ജയിൽ മോചിതനായ ശേഷം വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനങ്ങളെക്കുറിച്ചും പ്രവാചക പാരമ്പര്യങ്ങളെക്കുറിച്ചും ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചും മഷ്ഹദിലും ടെഹ്റാനിലും അദ്ദേഹം പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ചു. 1967 അദ്ദേഹം ഒളിവിൽ പോകാൻ നിർബന്ധിതനായി. എന്നാൽ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. 1972 മുതൽ 1975 വരെയുള്ള കാലഘട്ടത്തിൽ മഷ്ഹദിലെ 3 വ്യത്യസ്ത പള്ളികളിൽ സയ്യിദ് അലി പ്രഭാഷണങ്ങൾ നടത്തി. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും ക്ലാസുകളും രാഷ്ട്രീയ ചിന്താഗതിയുള്ള ആയിരക്കണക്കിന് യുവാക്കളെയും വിദ്യാർത്ഥികളെയും ആകർഷിച്ചു.
അദ്ദേഹത്തിൻ്റെ പാഠങ്ങളും ആശയങ്ങളും പ്രചരിപ്പിക്കുന്നതിനായി അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ വിദൂര നഗരങ്ങളിലേക്ക് യാത്ര ചെയ്തു. ഇതെല്ലാം അന്നത്തെ ഇറാൻ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് രസ പഹ്ലവിയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ സവാക്കിൻ്റെ ഏജന്റുമാരെ ഭയപ്പെടുത്തി. അങ്ങനെ 1975 ശൈത്യകാലത്ത് അവർ മഖ്ഷദിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും കുറിപ്പുകളും കണ്ടുകെട്ടുകയും ചെയ്തു. ടെഹ്റാനിലെ കുപ്രസിദ്ധമായ പോലീസ് സവാക് ജോയിന്റ് ജയിലിൽ മാസങ്ങളോളം തടവിലായി. ഇത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും കഠിനമായ തടവായിരുന്നു. 1975 ശരത്കാലത്തിൽ അദ്ദേഹത്തെ മോചിപ്പിക്കുകയും മഷ്ഹദിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു. സയ്യിദ് അലി ഇനി പ്രഭാഷണം നടത്തുകയോ ചെറുപ്പക്കാരെ സംഘടിപ്പിക്കുകയോ ചെയ്യരുതെന്നായിരുന്നു ഭരണകൂടത്തിൻ്റെ കർശന നിർദ്ദേശം. ഇതോടെ സയ്യിദ് അലിയുടെ പ്രവർത്തനം പൂർണ്ണമായും രഹസ്യ സ്വഭാവത്തിലായി. 1976 ശൈത്യകാലത്ത് അദ്ദേഹത്തെ പിടികൂടാനും 3 വർഷത്തേക്ക് നാടുകടത്താനും അധികൃതർ തീരുമാനിച്ചു. 1977 ഉലമ മുജാഹിദീൻ എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകി. പിന്നീട് ഖമനേയിയുടെ വിപ്ലവ പ്രസ്ഥാനമായും ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ പാർട്ടിയായും രൂപാന്തരം പ്രാപിച്ചത് ഇതേ ഉലമ മുജാഹിദീൻ ആണ്. 1977 അദ്ദേഹം ഉലമ മുജാഹിദീൻ എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകി. പിന്നീട് ഖമനേയിയുടെ വിപ്ലവ പ്രസ്ഥാനമായും ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ പാർട്ടിയായും രൂപാന്തരം പ്രാപിച്ചത് ഇതേ ഉലമ മുജാഹിദീനാണ്. 1978 അവസാനത്തിൽ ഈ പ്രയാസകരമായ കാലഘട്ടം അവസാനിച്ചു. ഇസ്ലാമിക വിപ്ലവത്തിൻ്റെ വിജയത്തിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അയത്തുള്ള ഖമനേയി മഷ്ഹദിലേക്ക് മടങ്ങി. ഇറാനിലുടനീളം ആഭ്യന്തര കലാപങ്ങളുടെയും വിപ്ലവത്തിൻ്റെയും ഈ സുപ്രധാന കാലഘട്ടത്തിൽ അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ മതപ്രവർത്തനങ്ങൾ ഉത്സാഹത്തോടെ തുടർന്നു. വിപ്ലവം മൂർധന്യത്തിൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ സയ്യിദ് അലി എന്ന അലി ഖമനേയി റവല്യൂഷണറി കമാൻഡ് കൗൺസിലിൽ അംഗമായിരുന്നു. 1979 ഫെബ്രുവരി 1 വിപ്ലവ സേനയുടെ കമാൻഡറായി ചുമതലയേറ്റു. 1979 ഫെബ്രുവരിയിൽ ഇസ്ലാമിക വിപ്ലവം വിജയം കണ്ടു. ഇറാനിലെ ഷാ രാജവംശത്തിൻ്റെ ഭരണം അവസാനിച്ചു. ഇമാം ഖമനേയി എന്നറിയപ്പെട്ടിരുന്ന റുഹല്ല ഖമനേയി ഇറാൻ്റെ പരമോന്നത നേതാവായി അധികാരത്തിലേറി. സയ്യിദ് അലി 15 വർഷത്തോളം അനുഭവിച്ച എല്ലാ പീഡനങ്ങൾക്കും അറുതിയായി. താൻ സ്വപ്നം കണ്ട ഇസ്ലാമിക് റിപ്പബ്ലിക് ഇറാനിൽ സാധ്യമായി. പിന്നീട് പ്രതിരോധ കൗൺസിലിൽ വിപ്ലവ കൗൺസിലിൻ്റെയും പ്രതിനിധിയായും പ്രതിരോധ സഹമന്ത്രിയായും സേവനമനുഷ്ഠിച്ചു. 1981 86 ഇറാൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1981 95% വോട്ടുകൾ നേടിയാണ് ഖമനേയി ഇറാൻ്റെ പ്രസിഡന്റായത്. 1986 തെരഞ്ഞെടുപ്പിൽ 86% വോട്ടുകൾ നേടിയാണ് ഇറാൻ്റെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്. 1989 ജൂൺ 3 അയത്തുള്ള റുഹല്ല ഖമനേയി മരണപ്പെട്ടതിനെ തുടർന്ന് ഇറാൻ്റെ പരമോന്നത നേതാവായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. 20 മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിൽ എക്സ്പേർട്സ് അസംബ്ലിയിൽ 60-നെതിരെ 74 വോട്ടുകൾക്കാണ് അദ്ദേഹം ഇറാൻ്റെ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അന്നു തൊട്ട് ഇന്നോളം പശ്ചിമേഷ്യൻ സൈനിക നീക്കങ്ങളുടെ നാഡിമിടിപ്പുകൾ നിയന്ത്രിക്കുന്നത് ഈ മനുഷ്യൻ്റെ ചിന്തകളാണെന്ന് പറയാം.